ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കുളിക്കുന്ന സോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് വെച്ചുണ്ടാക്കിയ സോപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് ഞാൻ കൃഷ്ണതുളസിയുടെ ഇല ഒന്ന് ജ്യൂസാക്കിയിട്ട് അതുകൊണ്ട് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കാണുന്ന ആ രണ്ട് സോപ്പ് ഡയറക്റ്റ് അല്ല, അതൊന്ന് തുളസിയുടെ ഇല ഒന്ന് നീര് പറ്റിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയ സോപ്പാട്ടോ. അപ്പോൾ അതിന് ചെറിയൊരു കളർ മാറ്റമുണ്ട്. പിന്നെ താഴെ കാണുന്ന രണ്ട് സോപ്പ് ഡയറക്റ്റായിട്ട് തന്നെ ഞാൻ കൃഷ്ണതുളസിയുടെ ഇല ഉപയോഗിച്ച് ജ്യൂസാക്കിയിട്ട് ഉപയോഗിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിന് നല്ലൊരു പച്ച കളറുണ്ട്. അപ്പോൾ ഈ രണ്ടും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അത് രണ്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ, അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആണെങ്കിലൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നല്ല ശുദ്ധമായ സോപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ തന്നെ കെമിക്കലൊന്നും ഇല്ലാത്ത സോപ്പ് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടോ, കണ്ണിലൊന്നും പോയാലൊന്നും എരിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് 250 ഗ്രാമിൻ്റെ ഒരു സോപ്പ് ബേസാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും സോപ്പൊക്കെ ഉണ്ടാക്കണമെന്ന് കണ്ടപ്പം എനിക്കും ഒരു ആഗ്രഹം, സോപ്പ് ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ട്. അപ്പോൾ ചിലരൊക്കെ പറയുന്നേക്കാം ഇത് ഉറയ്ക്കുന്നില്ല എന്നൊക്കെ പറയുന്നേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണമൊക്കെ ഞാൻ എന്താണെന്ന് പറയാം. അപ്പം അതിന് മുമ്പായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കൃഷ്ണതുളസി ഇല കുറച്ചെടുത്തിട്ട് ഞാൻ പൂവും കായൊക്കെ ഉണ്ട് കേട്ടോ, തണ്ട് എല്ലാം കൂടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിക്കകത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അരച്ചെടുത്തിട്ട് പിന്നെ വേണ്ടത് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒന്ന് നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്ത് വെള്ളം ഒന്നും ചേർക്കണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് ജ്യൂസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പച്ച കളർ കണ്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആ തുളസിയുടെ ഇല ഒന്ന് പറ്റിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് പറ്റിക്കാണ്ട് തന്നെ ഞാൻ ഫ്രഷായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ 250 ഗ്രാമിൻ്റെ ബേസിനകത്തുനിന്ന് പകുതി എടുത്തിട്ട് 125 ഗ്രാം എടുത്തിട്ട് ഒന്ന് ചെറിയ സ്ലൈസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഞാനിതൊന്ന് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉരുക്കിയെടുക്കുക. അപ്പോൾ ആദ്യം ഒരു ബേസിനകത്ത് വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ ഈ അരിഞ്ഞു വെച്ച സ്ലൈസ് എടുത്ത് വെച്ചിട്ട് ആണ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ മെൽറ്റ് ചെയ്യാൻ വേണ്ടി ബേസ് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഉള്ള കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് നമ്മൾ എന്താണോ എക്സ്ട്രാ നമ്മൾ ചേർക്കുന്നത്, ഇപ്പം കൃഷ്ണതുളസി ആണെങ്കിലും വേപ്പില ആണെങ്കിലും എന്താണോ നമ്മൾ ബേസിനോട് എക്സ്ട്രാ ചേർക്കുന്നത്, അതിപ്പം ഞാൻ 125 ഗ്രാമിന് നമുക്ക് ഒരു 30 ml മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ വൈറ്റമിൻ ഗുളികയൊക്കെ ചിലർ ചേർക്കുന്നതാക്കാം കാണാം, അത് വേണമെങ്കിൽ ചേർക്കാം, എന്നാലും അളവ് കൂടിപ്പോരുത്. വെളിച്ചെണ്ണയും വേണമെങ്കിൽ ചേർക്കാം, അതുപോലെ മറ്റ് ഓയിലുകളൊക്കെ ചേർക്കാം. ഇതാ ഇവിടെ ഞാൻ ഒരു മോൾട്ടും ഓർഡർ ചെയ്ത് ആമസോണിൽ തന്നെയാണ് കേട്ടോ. ഇതാ ഇപ്പം ഒരു നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. മെൽറ്റാകുമ്പോൾ തന്നെ സ്പൂൺ കൊണ്ട് ആരും ഇളക്കരുത്, പത വരും. പത വന്നാൽ അത് സോപ്പിന് ഭംഗി നഷ്ടപ്പെടും കേട്ടോ. ഇപ്പം ഞാൻ അതിനകത്തേക്ക് 125 ഗ്രാം ബേസിനകത്തേക്ക് അപ്പോൾ ആദ്യം 15 ഗ്രാമിൻ്റെ ഒരടപ്പ് ഒഴിച്ചു, പിന്നെയും 15, അപ്പം 30 ml ആണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മോൾഡ് അടുത്ത് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടയായി പോവും. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂളൊക്കെ ചേർക്കാം. ഇത് പിന്നെ ഞാൻ ചേർത്തിട്ടില്ല, ഞാൻ കൃഷ്ണതുളസിയുടെ ഇല മാത്രമാണ് ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പെട്ടെന്ന് ഇളക്കണം, അതുപോലെ വേഗം തന്നെ ഒഴിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടയായി പോകും കേട്ടോ. അധികം ലേറ്റായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുകയില്ല. അപ്പം ഞാനിതാ അങ്ങനെ ഇത് മോൾട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വീട്ടിലൊക്കെ തന്നെ ഇതൊക്കെ മേടിച്ചിട്ട് ആമസോണിൽ നിന്നൊക്കെ മേടിച്ച് ഓർഡർ ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ സോപ്പൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്യുക, വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ബേസും അതിന് ചേർക്കുന്ന എത്രയാണോ നമ്മൾ ചേർക്കുന്നത് അത് കൂടിപ്പോകാൻ പാടില്ല. അത് കൂടിപ്പോയാലാണ് പലർക്കും സോപ്പ് കട്ടയാവാതെ പെർഫെക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇനി ആ പത വരുന്നത് നമുക്ക് ആ സ്പൂണിൻ്റെ പുറം വെച്ചൊന്ന് തൊട്ടാൽ അതിങ്ങ് പോരും. അങ്ങനെ ഇതെടുക്കുക. എന്താ ഞാനിപ്പോൾ അതാ പത അങ്ങനെ പതിയെ സ്പൂണിൻ്റെ പുറം കൊണ്ട് അങ്ങ് തൊടിയിപ്പിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 3 മണിക്കൂർ കൊണ്ട് തന്നെ, 3 മണിക്കൂർ വേണ്ട, ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലോണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പം തന്നെ നന്നായിട്ട് ഉറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് വെച്ച്, അതും കൂടി നിങ്ങളെ ഒന്ന് കാണിക്കുക. ജ്യൂസ് ഞാൻ അരിച്ചെടുത്തിരിക്കുന്നു, അതും ഒരെണ്ണം ഒഴിക്കാൻ കിട്ടി. ഏകദേശം ഒരു 60 ഗ്രാം ഉണ്ടായിരുന്നു. അതിനകത്ത് അതേ കണക്കിൽ തന്നെ ഞാൻ ഒരു 20 ml ഞാൻ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സോപ്പാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.